ഞാൻ ജയനെന്ന് പറയുന്ന വ്യക്തി ഒരു സംഘടന പ്രതിനിധാനം ചെയ്തു വരുന്ന ആളാണ്. നമുക്ക് ആ സംഘടനയിൽ നിന്ന് കിട്ടുന്ന ഡീറ്റെയിൽസിന്റെ ബലത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത്. അത് എൻ്റെ അറിവിൽ സത്യസന്ധമായ കാര്യങ്ങളാണ്. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ വക്കീൽ നോട്ടീസ് വന്നു കഴിഞ്ഞാൽ ആദ്യം ആ സംഘടന തന്നെയാണ് അതിൽ ഇടപെടുന്നത്. സംഘടന അതിനെ ടേക്ക് കെയർ ചെയ്യുമെന്നും സംഘടന അറിഞ്ഞുകൂടാത്ത ഒന്നും ജയനെന്ന് പറഞ്ഞ ഒരു ഓർഡിനറി ലെയ്മാൻ്റെ അല്ലെങ്കിൽ ഒരു ആക്ടറുടെ ഭാഷയിൽ ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. സംഘടനയ്ക്ക് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുള്ളതുകൊണ്ട് സംഘടന ഡീൽ ചെയ്തോളൂ ഇതിനെ കുറിച്ചിട്ട്. ഇപ്പം നടക്കുന്ന ചർച്ച സിനിമാ മേഖലയ്ക്ക് നല്ലതാണോ? ഒരിക്കലുമല്ല. ഞാൻ പറഞ്ഞ സിനിമയിൽ ഈ തർക്കങ്ങൾ ഒരു വശത്ത് മാറ്റി നിർത്തി. ഈ സിനിമയിൽ നിർമ്മാതാക്കളുടെ സംഘടന വേണമല്ലോ, എക്സിബിറ്റേഴ്സിന്റെ സംഘടന വേണമല്ലോ, ടെക്നീഷ്യൻസിന്റെ സംഘടന വേണമല്ലോ, ആർട്ടിസ്റ്റിന്റെ സംഘടന വേണം. പക്ഷെ അത് മ്യൂച്വൽ റെസ്പെക്റ്റിൽ പോകണം. എവിടേക്കോ വെച്ചിട്ട് ആ റെസ്പെക്ട്, മ്യൂച്വൽ റെസ്പെക്ട്. ഇപ്പം നമ്മളൊക്കെ 5 പേര് ഇവിടെ നിൽക്കുന്നു, നിങ്ങൾ 4 പത്രക്കാരും ഞാനും. ഐ ഷുഡ് ഗിവ് പ്രോപ്പർ റെസ്പെക്ട് ടു ഓൾ ദീസ് 4 പേഴ്സൺസ്. എനിക്കത് നിങ്ങൾക്ക് തരാൻ സാധിച്ചില്ലെങ്കിൽ, തിരിച്ച് നിങ്ങൾക്കത് എനിക്ക് തരാൻ സാധിച്ചെങ്കിൽ എവറിത്തിങ് ഈസ് ലോസ്റ്റ്. നമ്മൾ തമ്മിലൊരു കെമിസ്ട്രി ഇല്ലെങ്കിൽ നമുക്കൊരു പ്രസ് കോൺഫറൻസ് പോലും നേരെ നടത്താൻ പറ്റില്ലല്ലോ. അപ്പൊ ഇന്ന് പറഞ്ഞ പോലെ സിനിമക്ക് ഈ എല്ലാ മേഖലയിൽ പണിയെടുക്കുന്നവർക്ക് ഒരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്. യു ഷുഡ് റെസ്പെക്ട് ദർ ഇൻഡിവിജ്വാലിറ്റി, യു ഷുഡ് റെസ്പെക്ട് ദർ ക്രെഡിബിലിറ്റി, യു ഷുഡ് സ്റ്റാർട്ട് ബിലീവിംഗ് ദം. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ പ്രശ്നങ്ങളിൽ അതിന് മാറി വരുമ്പോഴാണ് പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു, ആ സ്ട്രെയിനിയസ് റിലേഷനിലോട്ട് ആൾക്കാർ തമ്മിൽ പോകുന്നു. അത് സിനിമയ്ക്ക് ഗുണം ചെയ്യില്ല. പ്രേക്ഷകർ നമ്മളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ. എങ്ങനെ ഇതൊന്നും പരിഹരിക്കാൻ പറ്റുക? പരിഹരിക്കപ്പെടുമെന്ന് എല്ലാവരും സിനിമ ആവശ്യമുള്ള ആൾക്കാരല്ലേ. അതിൽ നിർമ്മാതാക്കളായാലും പിന്നെ ടെക്നീഷ്യൻസ് ആയാലും അഭിനേതാക്കളായാലും ഈവൻ വ്യൂവേഴ്സ്, അവർക്കും സിനിമ ആഗ്രഹമുള്ള ആൾക്കാരാണ്. അതിപ്പോഴത്തെ ഒരു വികാരത്തിന്റെ പുറത്തുള്ള ഒരു പ്രശ്നമാണ്. അത് കഴിയുമ്പോൾ തണുക്കും തന്നെയാണ് എൻ്റെ വിശ്വാസം. താങ്ക് യു.